Dear my students, welcome to English class. Now the fourth part. It is the fourth part, part 4. Part 4 of the dangers of a single star, that is the end part. നമുക്കതിലേക്ക് കടക്കാം. I began to realize that any American roommate must have throughout her life seen and heard different versions of this single story. Yes. Not only me, ഞാൻ മാത്രമല്ല, all of you, നിങ്ങളും, even including myself, I myself, ഞാനെന്ന നിങ്ങൾ വിളിക്കുന്ന ഷൈസാറ് മുതൽ എല്ലാവരും, ഈവൻ മഹാത്മജി, മദർ തെരേസ, അവനവനെ ആദ്യം മനസ്സിലാക്കാൻ മറന്നുപോയവരാണ്. ആൻഡ് സെൽഫ് റിയലൈസേഷൻ, എപ്പോൾ നാം നമ്മെ മനസ്സിലാക്കിയോ ദെൻ ഇറ്റ് ഈസ് ടു ബി കറക്റ്റഡ്. അവിടെ നിന്ന് നമ്മുടെ വളർച്ച ആരംഭിക്കും. അവർ ഡെവലപ്മെൻറ്റ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ പേഴ്സണാലിറ്റി, ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ ഇൻഡിവിജ്വാലിറ്റി. അവിടെ നിന്ന് മാത്രമേ നമ്മുടെ വ്യക്തിത്വം വികസിക്കുള്ളൂ, വളരുള്ളൂ. സോ വി ഹാവ് ടു നോ അവർ സെൽസ് ഫേസ്റ്റ്. ആദ്യം മറ്റുള്ളവരെ പറ്റി പരാമർശിക്കുമ്പോൾ അതിനേക്കാളും മുൻപ് നമ്മളെപ്പറ്റി നാം മനസ്സിലാക്കണം. വെൻ വി പോയിൻ്റ് ഔട്ട് അവർ ഫിംഗർ ടു ദ അതർ വൺ, 3 fingers that point out towards us and one to God. ഒരെണ്ണം നീ മോശക്കാരനാണെന്ന് പറയുമ്പോൾ 3 നമ്മുടെ നെഞ്ചിന് നേരെ നോക്കി പറയുന്നു, നിങ്ങൾ ട്രിപ്പിൾ ബാഡാണെന്ന്. ആൻഡ് ദാറ്റ് ഈസ് on behalf of God, truth. ഇതൊരു റിയലൈസേഷനാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും മുൻപ് അവനവനെ പറ്റി ഒന്ന് ഓർക്കുക, ഓരോ വ്യക്തിയും. I began to realize means understand, that my American roommate means Sandevasi, must have throughout her life seen and heard different versions. Versions means varieties. Versions, different versions means ഇവിടെ different views, വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും നാം സാധാരണ ഇതിൽ പറയാറുണ്ട്, കണ്ണ് പൊട്ടൻ ആനയെ കണ്ടതുപോലെയെന്ന്. തൊട്ടു നോക്കിയിട്ട് അറിയുന്നത്, മുന്നിൽ തൊട്ട് നോക്കിയപ്പോൾ തുമ്പിക്കൈയൊക്കെ കിട്ടിയത്, സൈഡിൽ പോയി തൊട്ട് നോക്കിയപ്പോൾ അതിൻ്റെ വലിയ വയറാണ്, ഇനി ഒരു വശത്ത് നോക്കി വേറെ വശത്ത് തൊട്ട് നോക്കിയപ്പോൾ അത് മുറം പോലുള്ള അതിൻ്റെ ചെവിയാണ് കിട്ടുന്നത്, ഇനിയൊരു സ്ഥലത്ത് തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ ഉരള് പോലുള്ള കാലാണ് കാണുന്നത്, പിറകിൽ പോയി തൊട്ട് നോക്കിയപ്പോൾ കുറ്റിച്ചോല് പോലുള്ള വാലാണ്. ഇതെല്ലാം കൂടി എങ്ങനെയാണ് അയാൾ മനസ്സിലാക്കിയെടുക്കുക? സോ എ ബ്ലൈൻഡ് മാൻ കാൻറ്റ് റിയലൈസ് ദ ബ്യൂട്ടി ഓർ ദ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ദാറ്റ് എലിഫൻറ്റ്. ആനച്ചന്തം എന്ന് പറയുന്ന ചന്തമില്ലായ്മയിലൂടെ ഉണ്ടായ ആ ചന്തം നോക്കൂ. ഓരോ പാർട്സ് എടുത്ത് നോക്കുക, ആനയ്ക്ക് ഒരു ഭംഗിയില്ല. ഓ, എന്തൊരു വൃത്തികെട്ട കാല. വാലാണെങ്കിൽ അതിനേക്കാളും വലിയ ബോഡി, ഈ തിരിപ്പോന്ന കണ്ണും, എന്നാൽ വലിയ ചെവിയും, പിന്നെ മൂക്കാണെങ്കിൽ നീണ്ട് മണ്ണിലെത്തിക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നു, ഹായ്, ആനയെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. അതാറ്റ് ഈസ് ആനച്ചന്തം. ആൻഡ് ക്യാൻ എ ബ്ലൈൻഡ് മാൻ ക്യാൻ എൻജോയ് ഇറ്റ്? പറ്റില്ല. അതുമാതിരിയാണ് നമ്മൾ ഇൻ ദ കേസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അന്ധന്മാരാണ്. നാം നമ്മുടെ ഇമേജസ് വെച്ചിട്ട് അവരെ അങ്ങ് വിലയിരുത്തുകയാണ്, കാച്ചു വിടാണ് ഓരോ കാര്യങ്ങൾ, പടച്ചു വിടാണ് ഓരോ കാര്യങ്ങൾ. അവരെപ്പറ്റി അറിയാതെ, എന്താണെന്ന് അറിയാതെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പറ്റില്ല. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അതാണ് ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെയാണ് അതിൻ്റെ അപകടം തിരിച്ച് അടിക്കുക.
I began to realize that my American roommate must have throughout her life seen and heard different versions of this single story. എന്നെപ്പറ്റി എൻ്റെ കൂട്ടുകാർ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മനസ്സിലാക്കി വെച്ചതുപോലെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ അമേരിക്കക്കാർക്കും ആഫ്രിക്കയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ജപ്പാനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ, എൻ്റെ ഒരു അധ്യാപകൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, that my novel was not authentically African. എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതിയ നോവൽ, എടോ അടീഷി, നിൻ്റെ നോവൽ ആഫ്രിക്കൻ നോവൽ പോലെ ഇല്ലല്ലോ. എന്തിനാ ആഫ്രിക്കൻ നോവൽ? മനുഷ്യനെ പറ്റിയുള്ള നോവൽ പോലെ. എങ്കിലല്ലേ അത് ലോകം മുഴുവൻ വായിക്കപ്പെടുള്ളൂ. യെസ്, ഷേക്സ്പിയർ എഴുതിയ നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ വെറും ബ്രിട്ടീഷ് കഥാപാത്രം. നാം സാധാരണ പറയും പോലെ മഞ്ഞിൽ ജീവിക്കുന്നവരുടെ കഥയാണെങ്കിൽ, ബ്രെഡും ബട്ടറും കഴിക്കുന്നവരുടെ കഥയാണെങ്കിൽ, ആപ്പിളും ചീസും കഴിക്കുന്നവരുടെ കഥയാണെങ്കിൽ നമ്മൾ വായിക്കുമോ? ആ നാടകങ്ങൾ നമ്മൾ വായിക്കുമോ, പഠിക്കുമോ? അല്ല. അത് കിങ് ലിയർ ആവട്ടെ, അത് മെക്ബത്ത് ആവട്ടെ, അത് ഒഥല്ലോ ആകട്ടെ, അത് ഏത് കഥാപാത്രമാകട്ടെ, ഈക്വൽ ടു ദ പേഴ്സൺ എനിവേർ ഇൻ ദിസ് വേൾഡ്. അവിടെ പറഞ്ഞിരിക്കുന്ന കിങ് ലിയർ തന്നെയാണ് ഇന്ത്യയിലെ രാജാക്കന്മാരുടെ പ്രതീകം. കാരണം മനസ്സിൻ്റെ കഷ്ടപ്പാടാണ് പറഞ്ഞത്. എനി ഹ്യൂമൻ ബീയിങ്, മെയിൽ ഓർ ഫീമെയിൽ, എനിവർ ഇൻ ദിസ് വേൾഡ്, സെയിം മെൻറ്റാലിറ്റി. ഏതമ്മയാകട്ടെ കുഞ്ഞിനോടുള്ള വൈകാരികത ഒന്നാണ്. ഏതച്ഛനാകട്ടെ കുഞ്ഞിനോടുള്ള, മകനോടുള്ള, മകളോടുള്ള വൈകാരികത ഒന്നാണ്. അതേമാതിരി തന്നെയാണ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പ്രണയം ഒരുപോലെയാണ്, മരണം ഒരുപോലെയാണ്, ജനനം ഒരുപോലെയാണ്, ഭക്ഷണത്തിൻ്റെ രുചി ഒരുപോലെയാണ്. ഇന്ത്യയിൽ ആപ്പിൾ പോയിട്ട് ആഫ്രിക്കയിൽ കൊണ്ട് കഴിക്കുന്ന ആഫ്രിക്കക്കാർ കഴിക്കുമ്പോഴല്ലെങ്കിൽ അത് അമേരിക്കക്കാർ കഴിക്കുമ്പോഴല്ലെങ്കിൽ അത് ജാപ്പനീസ് കഴിക്കുമ്പോഴതിന് രുചിഭേദം വരുമോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവരുടെ നാക്ക് പ്രവർത്തിക്കുന്നതും നമ്മുടെ നാക്ക് പ്രവർത്തിക്കുന്നതും ഒരുപോലെയാണെന്ന്. So no color discrimination, no color, no caste, no religion. A professor once told me that my novel was not authentically, authentic, A-U-T-H-E-N-T-I-Z, authentic, ആധികാരികം. That means having the right, ആ അവകാശം ഉന്നയിക്കുന്ന. എടോ, നിൻ്റെ നോവൽ ആഫ്രിക്കൻ നോവൽ അല്ലല്ലോ. ഐ ഡിഡ്ന്റ് നോ വാട്ട് ആഫ്രിക്കൻ ഓതൻറ്റിസിറ്റി വാസ്. എനിക്കറിയില്ല. ഐ റോട്ട് അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ്. ഞാൻ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചാണ് എഴുതിയത്. ഐ റോട്ട് അബൌട്ട് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ എൻ്റെ സഹോദരന്മാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചുമാണ് എഴുതിയത്. മൈ പാരൻസ്, എൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ചാണ്. മൈ ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ മൈ കൺട്രി, എൻ്റെ നാട്ടിലെ ആൺകുട്ടികളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചുമാണ് എഴുതിയത്. ആൻഡ് ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അമേരിക്കൻസ്? ആഫ്രിക്കയിലെ ആൺകുട്ടിയുടെ, ആഫ്രിക്കയിലെ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരോടുള്ള ബന്ധം അമേരിക്കയിലെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അച്ഛനമ്മമാരോടുള്ള ബന്ധം പോലെ അല്ലേ? ആണല്ലോ. എങ്കിൽ പിന്നെ വാട്ട് ദ ഓതൻറ്റിസിറ്റി ഈസ്? പിന്നെ എന്താണ് ഈ ആധികാരികത? അതാണ് ചോദ്യം. അതുകൊണ്ട് ഞാനതിനെ കണക്കിലെടുത്തില്ല, മുഖവിലക്കെടുത്ത്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ആഫ്രിക്കൻ ഓതൻറ്റിസിറ്റി വാസ്. എനിക്കറിയില്ലായിരുന്നു ആഫ്രിക്കൻ എന്താണ്, അമേരിക്കൻ എന്താണെന്നുള്ളത്. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വോർ ടു മച്ച് ലൈക്ക് ഹിം. അപ്പോൾ അധ്യാപകൻ അവളെ അനുമോദിച്ചതാണ്, കൺഗ്രാജുലേറ്റ് ചെയ്തതാണ്. ഓ, ദിസ് യുവർ ക്യാരക്ടേഴ്സ് ദാറ്റ് റിസംബിൾ മീ. എടോ, നിൻ്റെ കഥാപാത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചാണ് ചിന്ത വരുന്നത്. അതാണ് അഡീഷയുടെ വിജയം. ആ ആഫ്രിക്കൻ കഥാപാത്രമായി മാറിപ്പോയില്ല, അന്തർദേശീയ കഥാപാത്രമായിട്ട് മാറി. അതാണ് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെയും, അതാണ് ഷേക്സ്പിയർ നാടകങ്ങളിലെ കഥാപാത്രത്തിലെയും, അതാണ് വേർഡ്സ്വർത്തിൻ്റെ കവിതയുടെ പ്രകൃതി വർണ്ണ. അതൊരു മഞ്ഞ് പെയ്യുന്ന നാട്ടിലെ
പ്രകൃതിയായിട്ട് നമുക്ക് തോന്നുമോ നമ്മുടെ വേർഡ്സ്വർത്ത് വർണ്ണിക്കുമ്പോൾ? വേർഡ്സ്വർത്തിൻ്റെ വർണ്ണനയും മഹാകവി വള്ളത്തോളിൻ്റെ വർണ്ണനയും അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ വർണ്ണനയും തമ്മിൽ എങ്ങനെയാണ് നാം മാറ്റിപ്പിടിക്കുക? ചങ്ങമ്പുഴ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പറയും പോലെ തന്നെയല്ലേ? അറ്റ് എ ഗ്ലാൻസ് ഐ കുഡ് സീ തൗസൻഡ്സ് ഓഫ് ഡാഫോഡിൽസ് എന്ന് വേർഡ്സ്വർത്ത് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഞാൻ കണ്ടു ആ സ്വർണ്ണവർണ്ണമാർന്ന പുഷ്പങ്ങൾ, 1000 പുഷ്പങ്ങൾ. സെയിം, ഒരേ മാതിരിയല്ലേ? വൺ ഫ്രം ബ്രിട്ടൻ ആൻഡ് ദ അതർ ഫ്രം കേരള. വാട്ട് ദ ഡിഫറൻസ് ഈസ്? ദാറ്റ് ഈസ് ക്ലാസിക്കൽ. ഇതിനെയാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നുണ്ട്. കാലാതീതമാണത്. അത് ദേശത്തിനും കാലത്തിനും അതീതമാണ്. ദാറ്റ് ആർ ഗ്രേറ്റ് വർക്ക്സ്. അതാണ് മഹത്തായ സൃഷ്ടികളെന്ന് പറയുന്നത്. യെസ്, I didn't know what African authenticity was. The professor told me that my characters were too much like him, an educated and middle class man. എൻ്റെ നോവലിലെ കഥാപാത്രം എൻ്റെ അധ്യാപകനെ പോലെ തന്നെ മധ്യവിഭാഗമായ പഠിച്ച ഒരു കഥാപാത്രം. അദ്ദേഹത്തിന് തോന്നി അദ്ദേഹമാണെന്ന്. അതെൻ്റെ ഭാഗ്യം. അത് ആർക്കും തോന്നിയില്ല അതൊരു ആഫ്രിക്കൻ കഥാപാത്രമാണെന്ന്. അതും എൻ്റെ ഭാഗ്യം. ഞാൻ അങ്ങനെ ഒരു കോളം ടൈപ്പ് ആയിട്ട് മാറിയില്ല. എൻ്റെ അധ്യാപകൻ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. കണ്ടോളൂ. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വേർ ടു മച്ച് ലൈക്ക് ഹിം, ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാഴ്സ്. എൻ്റെ കഥാപാത്രം ആഫ്രിക്കയിലെ ഏതെങ്കിലും സാധാരണക്കാരനെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ട് കൊട്ടമേടഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാത്രം ഞാൻ മാറ്റിയില്ല. കാർ ഓടിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആവാം, അമേരിക്കൻ കൺട്രീസ് ആവാം. പക്ഷേ അവിടെ കറുപ്പിനും പ്രാധാന്യമില്ല, വെളുപ്പിനും പ്രാധാന്യമില്ല. നോ കളർ ഡിസ്ക്രിമിനേഷൻ. ക്യാരക്ടറിനെ പ്രാധാന്യമുള്ളൂ. ഓൺലി ഇമ്പോർട്ടൻസ് ടു ദ മൈൻഡ് ആൻഡ് ഓൺലി ഇമ്പോർട്ടൻസ് ടു ദ ബ്രെയിൻ. മനസ്സിനും ബുദ്ധിക്കും മാത്രമേ ഞാൻ പ്രാധാന്യം കൊടുത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കഥാപാത്രം എൻ്റെ അധ്യാപകനെ പോലെ തന്നെ ബുദ്ധിമാനായ കഥാപാത്രമാണ്. എൻ്റെ കഥാപാത്രം എൻ്റെ അധ്യാപകനെ പോലെ നല്ല മനസ്സുള്ള ആളാണ്. എൻ്റെ കഥാപാത്രം എൻ്റെ അധ്യാപകനെ പോലെ മിഡിൽ ക്ലാസ് ആണ്. അതേപോലെ തന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ അധ്യാപകനെ പോലെ വെൽ ഏൺഡ് ആണ്. സോ ഹി കൺഗ്രാജുലേറ്റഡ് മീ. അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. ദേ വർ നോട്ട് സ്റ്റാർവിങ്. ആഫ്രിക്കയിലെ പോലെ പട്ടിണി കിടക്കുന്ന ആ ചിത്രം വരച്ച് കാണിച്ചതല്ല ഞാൻ ചെയ്തത്. മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് ചെയ്തത്. കാരണം സ്റ്റാർവിങ് ക്യാരക്ടേഴ്സ് ബോത്ത് ഇൻ ആഫ്രിക്ക ആൻഡ് ഇൻ അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകളിലെ തിരുവീതിയിലൂടെ നടന്നാൽ, ചേരി പ്രദേശത്തൂടെ നടന്നാൽ, ബോംബെയിലെ ചേരിയിലെ പോലെ, കൽക്കട്ടയിലെ ചേരിയിലെ പോലെ, ബ്രിട്ടനിലെ നഗരത്തെ പോലെ. ബ്രിട്ടൻ എന്ന നഗരത്തെക്കുറിച്ച് ഷെല്ലി എന്ന വിശ്വപ്രസിദ്ധ കവി പറഞ്ഞത്, ഇത് നഗരമല്ല, ഇത് നരകമാണെന്ന്. നരകത്തിനൊരു പേരുണ്ടെങ്കിൽ അത് ലണ്ടൻ എന്നാണെന്ന്. ഇവിടുത്തെ വള്ളത്തോളും ഉള്ളൂരും ആശാനും പറഞ്ഞതല്ല, അവിടുത്തെ വേൾഡ് റിക്കഗ്നൈസ്ഡ് പേഴ്സൺ, ദാറ്റ് ഗ്രേറ്റ് പോയറ്റ് ഷെല്ലി പറഞ്ഞതാണ് ലണ്ടനെ കുറിച്ച്. പക്ഷെ നമുക്ക് കാരണം, ഓ വാട്ട് എ ഗ്രേറ്റ് സിറ്റി ഇറ്റ് ഈസ്. ബട്ട് ഷെല്ലി സേസ് വാട്ട് എ ഹെൽ ഇറ്റ് ഈസ്. വി ഇമേജ് ഇറ്റ് ആസ് ഹെവൻ, ബട്ട് ഹീ ഷോസ് അസ് ഇറ്റ് ഈസ് ഹെൽ. നാം അതിനെ സ്വർഗമാണെന്ന് കാണുന്നു, പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു നരകമാണെന്ന്. ഇതാണ് വ്യത്യാസം. നെക്സ്റ്റ് പാര. വെൻ ഐ ലേൺഡ് സം ഇയേഴ്സ് അഗോ ദാറ്റ് റൈറ്റേഴ്സ് were expected to have had really unhappy childhoods to be successful. ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്, കുട്ടിക്കാലത്ത് അസുഖകരമായ, പ്രത്യേകിച്ചും ദാരിദ്ര്യമുള്ള, പീഡ അനുഭവങ്ങളുള്ള കുട്ടികൾ പിൽക്കാലത്ത് എഴുത്തുകാരായി മാറിയാൽ വളരെ വിജയം കൈവരിക്കുമെന്ന്. യെസ്, കുട്ടിക്കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ചവർ പിൽക്കാലത്ത് ആ ദാരിദ്ര്യത്തെ അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ ആ ദാരിദ്ര്യത്തെ അപകടകരമായിട്ടോ എടുക്കണ്ട. രണ്ടും വേണ്ട. ഞാൻ ദരിദ്രനാണേ എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടണ്ട. എനിക്കൊന്നിനും പറ്റില്ലേ എന്നും പറഞ്ഞിരിക്കേണ്ട. We can do it. I lost my father when I was only 1 year old, and I also grew as an orphan.
നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇപ്പോഴും സംസാരിക്കുന്ന ക്ലാസ് എടുക്കുന്ന ഈ ശശിമാഷ് 1 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആളാണ്. കോളേജിൻ്റെ പടി കാണാത്ത ആളാണ് ശശിമാഷ്. പക്ഷേ എങ്ങനെയോ പൊരുതി, ജീവിതത്തോട് പൊരുതി പഠിച്ചു കോളേജ് അധ്യാപകരായി. 25 വർഷത്തോളം ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് പോളിടെക്നിക്സ് ക്ലാസ് എടുത്തു. ഇപ്പോഴ് എന്തോ ഭാഗ്യവശാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക്, എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് തീർച്ചയായും മനസ്സിലാകുന്നുണ്ട്. അന്നും ഇന്നും ഞാൻ നേരത്തെ ഐഷയെ പറ്റി പറഞ്ഞതുപോലെ അവർ ഔന്നത്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എ മാറ്റർ ഓഫ് ഹാപ്പിനെസ് ടു മീ. അബ്രഹാം ലിങ്കൻ്റെ ഒരു പദമുണ്ട്, ഒരു പ്രയോഗമുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ദ ഫസ്റ്റ് വൺ. അത് ഞാൻ എന്നോ മനസ്സ് കുറിച്ചിട്ടാണ്. എനിക്ക് ഒന്നാമനാകണ്ട, ബട്ട് ഐ ആം നോട്ട് റെഡി ടു ബി ദ സെക്കൻഡ് വൺ. പക്ഷേ രണ്ടാമനാകാൻ ഞാൻ തയ്യാറല്ല. എത്ര ഗ്രേറ്റാണ് നോക്കൂ. ഐ ഡോണ്ട് വാണ്ട് ടു ബിക്കം ദ ഫസ്റ്റ്. എനിക്കൊന്നാമനാകണമെന്ന് യാതൊരു അത്യാഗ്രഹമില്ല. ബട്ട് ഐ ഹാവ് എ ഡിസിഷൻ, ഡിറ്റർമിനേഷൻ, ഐ വിൽ നെവർ ബി ദ സെക്കൻഡ് വൺ. പക്ഷെ ആരുടെ പിറകിലും രണ്ടാമനായി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. യെസ്, യു ഹാവ് ടു ലേൺ ഇറ്റ്, യു ഹാവ് ടു റിയലൈസ് ഇറ്റ്, യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ. അതാണ് അഡീഷയും നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഇനി വരാനുള്ള വളരെ മനോഹരമായ പാടുണ്ട്. അടുത്ത് നമുക്ക് പഠിക്കാൻ അടുത്ത യൂണിറ്റിൽ മാർത്ത എന്ന കറുത്ത വർഗ്ഗക്കാരി പെൺകുട്ടിയുടെ ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ദാറ്റ് ക്യാരക്ടർ. നോക്കൂ, I began to think about how I could invent horrible things my parents had done to me. എനിക്ക് അങ്ങനത്തെ ഹൊറിബിൾ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഐ റെഡ് ആൻഡ് ന്യൂ അബൌട്ട് അതേഴ്സ്. പക്ഷേ ഞാൻ വായിച്ചു, പഠിച്ചു, മറ്റുള്ളവരെ പിന്നീട് മനസ്സിലാക്കി. ആദ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദാറ്റ് ഈസ് ദ ഡേഞ്ചർ ഓഫ് ദാറ്റ് സ്റ്റോറി. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഐ ട്രൈ മൈ ബെസ്റ്റ് ടു റിയലൈസ് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അവരോട് ഇടപഴകാൻ ശ്രമിക്കുന്നു. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് ഐ ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ്. പക്ഷേ മറ്റുള്ളവർ കരുതും പോലെ എല്ലാ ആഫ്രിക്കക്കാർക്കും ഇങ്ങനെ ദുരിതപൂർണമായ ജീവിതമല്ല. ആക്ച്വലി ഐ ഹാഡ് എ പ്ലസൻറ്റ് ചൈൽഡ്ഹുഡ്. എനിക്ക് സുഖകരമായൊരു ജീവിതമായിരുന്നു. ബിക്കോസ് മൈ പാരൻസ് വേർ ലിറ്ററേറ്റ് ആൻഡ് മൈ പാരൻസ് ഹാഡ് ജോബ്. എൻ്റെ അച്ഛനമ്മമാർ പഠിച്ചവരാണ്, അവർ സർവകലാശാലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ അവിടെ ജനിച്ചവളാണ്, അവിടെ വളർന്നവളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലായിരുന്നു. എന്നിട്ടും ഞാൻ ജീവിച്ചത് ഫുൾ ഓഫ് ലാഫ്റ്റർ ആൻഡ് ലവ്. എനിക്ക് ചിരിക്കാനും സന്തോഷിക്കാനും വകയുണ്ടായിരുന്നു. ബിക്കോസ് മൈ പാരൻസ് വർ ലവബിൾ. അവരെന്നെ സ്നേഹിച്ചു. ഇൻ എ വെരി ക്ലോസ് നിറ്റ് ഫാമിലി. ഞങ്ങളുടെ കുടുംബം വളരെ അടുത്ത ക്ലോസ് നിറ്റ്, വെരി ക്ലോസ് ഇൻറ്റിമേറ്റ് ഫാമിലി ആയിരുന്നു. ദാറ്റ് മീൻസ് മൈ പപ്പ ആൻഡ് മമ്മ വർ ഫ്രണ്ട്സ് ലൈക്ക് ടു മീ. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സുഹൃത്തുക്കളെ പോലെയാണ്. ആ നല്ല കുടുംബങ്ങൾ, പഠിച്ചവരുടെ കുടുംബങ്ങൾ അങ്ങനെയാണ്. എങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റും. ഫ്രണ്ട് ലൈക്ക്. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ ആ ഇന്നർ വോൾ വേണ്ട, ഇൻറ്റിമസി വേണം. എന്താണ് ഫ്രണ്ട്ലിനെസ്? അതാണ് സൗഹൃദം വേണമെന്ന് പറയുന്നത്. ആ സൗഹൃദം, മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ തുറന്ന് പറയുള്ളൂ, തുറന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, എങ്കിൽ മാത്രമേ മുന്നേറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇക്വാലിറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് ചെറിയ കുട്ടിയെപ്പോലും ഇനി കുട്ടി എന്ന അവസ്ഥയിലല്ല കാണേണ്ടത്, പേഴ്സൺ എന്ന അവസ്ഥയിൽ കാണണമെന്ന് അക്കാഡമിഷ്യൻസ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ഓൾസോ എ പേഴ്സൺ, മേ ബി 5 year old. 103 വയസ്സുള്ള ഗുരു ചേമഞ്ചേരിയെ പോലെ തന്നെയാണ് വെറും 3 വയസ്സുള്ളൊരു കുട്ടിയും. എ പേഴ്സൺ, ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തെ നാം സ്നേഹിക്കണം, ബഹുമാനിക്കണം. ആൻഡ് നെക്സ്റ്റ് പേര. ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി. പക്ഷെ എൻ്റെ അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ ആയിരുന്നില്ല എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ അമ്മയും ഒന്നും. അവരൊക്കെ അഭയാർത്ഥികളെപ്പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ടവരാണ്. റെഫ്യൂജി, REFUGEE, അഭയാർത്ഥി.
അഭയം തേടി വരുന്നവർ, റെഫ്യൂജീസ്. അവർ അഭയാർത്ഥികൾ. നിങ്ങൾ 9th ക്ലാസ്സിലെ മെറ്റേണിറ്റി എന്ന പാഠത്തിൽ പഠിച്ച വാക്കാണ് റെഫ്യൂജീസ്. നോക്കൂ, ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചവരുണ്ട്. എൻ്റെ പൂർവ്വ പിതാക്കന്മാരുണ്ട്, എൻ്റെ മുത്തശ്ശന്മാരുണ്ട്, എൻ്റെ മുത്തശ്ശിമാരുണ്ട്. മൈ കസിൻ പോളി ഡൈഡ് ബിക്കോസ് ഹി കുഡിൻറ്റ് ഗെറ്റ് ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ. എൻ്റെ കസിനുണ്ട്, ആ വ്യക്തി മരിച്ചത് നല്ല ശുശ്രൂഷ കിട്ടാത്തത് കൊണ്ടാണ്, നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ്, നല്ല ആരോഗ്യമില്ലാതിരുന്നത് കൊണ്ടാണ്. അതും എനിക്കറിയാം. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒഖോലോമ, എൻ്റെ അടുത്ത കൂട്ടുകാരൻ ഒഖോലോമ എന്ന് പറയുന്ന ആൾ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് അവർ ഫയർ ട്രക്സ് ഡിഡിൻറ്റ് ഹാവ് വാട്ടർ. നോക്കൂ, ഒരു വിമാന അപകട ദുരന്തത്തിലാണ്. വിമാനത്താവളമായിട്ട് പോലും ഞങ്ങളുടെ നാട്ടിൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ലായിരുന്നു. അതായത് ടെക്നോളജി വർദ്ധിക്കാത്തത് കൊണ്ടാണ് അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയത്. ഐ ഗ്രൂ അപ്പ് അണ്ടർ റെപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്. റെപ്രസീവ്, റെപ്രസ്, റെപ്രസ്, REPRESS മീൻസ് ട്രൈ ടു കൺട്രോൾ. അതാണ് റെപ്രസ്. റെപ്രസ് എന്ന വാക്കും സപ്രസ് എന്ന വാക്കും ഒപ്രസ് എന്ന വാക്കും പ്രസ് എന്ന വാക്കിൻ്റെ വകഭേദങ്ങളാണ്. പ്രസ് അതിനാണ് സപ്രസ്, അടിച്ചമർത്തുക. അതിനാണ് ഒപ്രസ്, അതിനാണ് റെപ്രസ്. പൊങ്ങി വരാൻ നോക്കുന്നതിനെ വീണ്ടും അടിച്ചമർത്തുന്ന എന്നാണ് അർത്ഥം. അതുകൊണ്ട് എൻ്റെ നാട്ടിലെ ഇംഗ്ലീഷുകാരുടെ ആ റെപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്റാണ് ഞങ്ങളെ ഭരിച്ചത്. ഞങ്ങൾ കറുത്തവരെ പൊങ്ങി വരാൻ അനുവദിക്കില്ല. ദാറ്റ് ഡീവാല്യൂഡ് എഡ്യൂക്കേഷൻ. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാത്ത, ഓൺലി വൈറ്റ് പീപ്പിൾ, ഓൺലി ദ ഹാവ് സ്കൂൾസ്. അവർക്കേ സ്കൂളുള്ളൂ. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നു, സ്കൂളുകൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല, ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ബോർഡും വെച്ചു. ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല. നോ എൻട്രി ടു ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ്. എങ്ങനെയുണ്ട്? ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ പോയാൽ അവർ ആഫ്രിക്കക്കാരായ നീഗ്രോകളെ ബ്ലാക്ക് ഗ്രൂപ്പിന് വിളിക്കുന്ന എന്തായിരിക്കും? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷെ എനിക്ക് കിട്ടി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് വളരെ അപൂർവം മാത്രം ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ എൻ്റെ ബന്ധുക്കൾക്ക് പലരും അങ്ങനെ ആയിരുന്നില്ല. അവരത് അനുഭവിച്ചു. രോഗബാധിതരായി, അപകടത്തിൽപ്പെട്ട് പലരും മരിച്ചു. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റും അഭയാർത്ഥികളായിരുന്നു. സോ ദാറ്റ് സം ടൈംസ് മൈ പാരൻസ് വേർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. കറുത്തവരായതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും സാലറി കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു. വെള്ളക്കാർ കൊടുക്കാത്ത, മറ്റുള്ളവർക്ക് തുല്യ ശമ്പളം കൊടുക്കില്ല. അപ്പം നമ്മൾ കാണുന്നില്ലേ, വയലിൽ പണിയെടുക്കുന്നവർക്ക് ആണുങ്ങൾക്ക് കൊടുക്കുന്ന ശമ്പളം പെണ്ണുങ്ങൾക്ക് കൊടുക്കില്ല. പക്ഷെ സർക്കാരിൽ പോയി നോക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മെയിലെന്നും ഫീമെയിലൊന്നുണ്ട് സെയിം. പക്ഷേ വയൽപ്പണിക്ക് നോക്കും, തോട്ടം തൊഴിലാളികൾ നോക്കും, ഫാക്ടറി തൊഴിലാളികൾ നോക്കും, ആണുങ്ങൾക്കൊരു കൂലി പെണ്ണുങ്ങൾക്കൊരു കൂലി. അതങ്ങ് നടപ്പിലാക്കുന്നതാണ്. അവർക്കത്ര മതി, അവർക്ക് ചോദിക്കാനും പറയാനും ഇല്ല. ആണുങ്ങളാണെങ്കിൽ മസിൽ പവർ കാണിക്കും, പെണ്ണുങ്ങളാണെങ്കിൽ മസിൽ പവർ ഇല്ല, അവർക്ക് മൈൻഡ് പവറേ ഉള്ളൂ. അത് അടഞ്ഞൊതുങ്ങി കുത്തിരിക്കും, അവിടെ ചോദ്യം ചോദിക്കില്ല. അതുകൊണ്ടാണ് നാം പറയുന്നത് വിമൺ എംപവർമെൻറ്റ്, വിമൺ ഈക്വാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി. പെൺകുട്ടിക്ക് തുല്യത കൊടുക്കണമെന്ന്, സ്ത്രീകൾക്ക് തുല്യത കൊടുക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ്, ജെൻഡർ ഈക്വാലിറ്റി. ലാസ്റ്റ് പേര, ദ എൻഡ് ഓഫ് ദിസ് ലെസൺ. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹൂ ആം ഐ. ഈ അനുഭവങ്ങളാണ് ദ എക്സ്പീരിയൻസ് അബൌട്ട് മൈ ഗ്രാൻഡ്പ, മൈ ഗ്രാൻഡ്മ and my cousins, my relatives, my friends, that made me to read and to realize about us. ഞങ്ങളെപ്പറ്റി തന്നെ വായിക്കാനും പഠിക്കാനും ഞാൻ ശ്രമിച്ചത് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സംഭവിച്ച ദുരന്തങ്ങളിൽ നിന്നാണ്. But to insist on only these negative stories is to flatten my experience. But all that experiences are negative. അത് കേട്ട് തളർന്നു പോകാൻ വേണ്ടിയല്ല.
അതിൽ നിന്നും ഉയിർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ്. റിസറക്ഷൻ എന്നാണ് പറയുക. റിസറക്ഷൻ, ഉയിർത്തെഴുന്നേൽപ്പ്. ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് അടിച്ചമർത്തപ്പെട്ടതിൽ നിന്നും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുക. വൈ? ബിക്കോസ് വി ആർ നോട്ട് ബോൺ ടു ഡൈ. നാം തോൽക്കാൻ വേണ്ടിയോ മരിക്കാൻ വേണ്ടിയോ ജനിച്ചവരല്ല. വി ആർ ബോൺ ടു വിൻ, ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. വി ആർ ബോൺ ടു ലിവ്, നാം ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ആൻഡ് ദാറ്റ് പവർ ഈസ് ഇൻ അവർ ആം, നമ്മുടെ കൈകളിലുണ്ട്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാലിൽ അയച്ചത് ഈശൻ. നമുക്കുണ്ട് കൈകൾ, ശക്തമായ കൈകൾ. നമുക്കുണ്ട് മനസ്സ്, ശക്തമായ മനസ്സ്. നമുക്കുണ്ട് ബുദ്ധി, അതിശക്തമായ ബുദ്ധി. വി ഹാവ് ടു യൂസ് ഇറ്റ്, വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്, വി ഹാവ് ടു ഗ്രോ ഇറ്റ് അവർസെൽസ്, ദെൻ വി വിൽ ഗ്രോ. അതിനെ വളർത്തുമ്പോൾ നമ്മുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കും, മനസ്സിന് ശക്തി, നമ്മുടെ ബുദ്ധിശക്തിക്ക് ശക്തി കൊടുക്കുമ്പോൾ, ശക്തി പകരുമ്പോൾ നാം സ്വയം ശക്തരായി മാറും. അതാണ് അഡീഷി. നോക്കൂ. ബട്ട് ഇറ്റ് ഇൻസിസ്റ്റ് ഓൺ ദീസ് നെഗറ്റീവ് സ്റ്റോറീസ് ഈസ് ടു ഫ്ലാറ്റൻ മൈ എക്സ്പീരിയൻസ്. ഇതൊന്നും എൻ്റെ അനുഭവങ്ങളെ ഫ്ലാറ്റൻ ചെയ്തില്ല, ഇല്ലാതാക്കിയിട്ടില്ല. ആൻഡ് ടു ഓവർലുക്ക് ദ മെനി അതർ സ്റ്റോറീസ് ദാറ്റ് ഫോംഡ് മീ ആൻഡ് സ്റ്റോറീസ് റിലേറ്റഡ് വിത്ത് മൈ ഫാമിലി, മൈ predecessors, മുൻഗാമികൾ, ഫോർഫാദേഴ്സ്, മുൻതലമുറക്കാർ, the sufferings they experienced, അവർ അനുഭവിച്ച ദുരന്തങ്ങൾ, the refugees, അവർ അഭയാർത്ഥികളായത്, and died in the camp without food, ഭക്ഷണം കിട്ടാതെ അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചത്. മൈ ഫോർഫാദേഴ്സ് വർക്ക്ഡ് ഫോർ ദ വൈറ്റ് പീപ്പിൾ, കറുത്തവരായ എൻ്റെ മുൻഗാമികൾ വെളുത്തവർക്ക് വേണ്ടി ജോലി ചെയ്തത്. ബട്ട് ഡിഡിൻറ്റ് ഗെറ്റ് എനി ഫുഡ് ടു ഈറ്റ്, ഭക്ഷണം കിട്ടാതെ മരിച്ചത്, തല്ലുകൊണ്ടത്, ചവിട്ടി മെതിക്കപ്പെട്ടത്. ദാറ്റ് മെയ്ഡ് മീ റിയലൈസ് അബൌട്ട് അസ്. നോ, പറ്റില്ല. I want to live. I want to live. I am a human being. I am a girl. ഞാനൊരു പെണ്ണാണ്, പെൺകുട്ടിയാണ്. മോറോവർ ഐ ആം എ ഹ്യൂമൻ ബീയിങ്. ഞാനൊരു മനുഷ്യജീവിയാണ്. ലൈക്ക് എനിബഡി, മറ്റുള്ളവരെ പോലെ, എനി അതർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയെപ്പോലെ, എനി ഫീമെയിൽ ഓർ മെയിൽ, ആണാകട്ടെ പെണ്ണാവട്ടെ, ഐ ക്യാൻ ഡു വാട്ട് ദേ ക്യാൻ ഡു. അവരൊക്കെ ചെയ്യുന്നത് എനിക്കും ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ടീച്ച്, എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കും. ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ സ്പീക്ക്, ഐ ക്യാൻ റൈറ്റ്. സോ ഐ വിൽ സ്റ്റാൻഡ് ഹോൾഡിംഗ് മൈ ഹെഡ് ഹൈ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയും. ദാറ്റ് ഈസ് അഡീഷി. ബട്ട് ടു ഇൻസിസ്റ്റ് ഓൺ ഓൺലി these negative stories in the flatten my experience. Flat means നിരപ്പാകുക. അതൊന്നും എൻ്റെ അനുഭവങ്ങൾ ഇല്ലാതാക്കില്ല. ആൻഡ് ടു ഓവർലുക്ക് ദ മെനി അതർ സ്റ്റോറീസ് ദാറ്റ് ഫോംഡ് മീ. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ അതിന് അടിമപ്പെടുകയല്ല, അതിന് മറികടക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോടൈപ്സ്. ഒരു കഥ കേട്ടാൽ നാം കരുതും അങ്ങനെ തന്നെയാണെന്ന്. അത് ഫ്രണ്ട്സ് ആകട്ടെ, റിലേറ്റീവ്സ് ആകട്ടെ, നിങ്ങളുടെ പാരൻസ് ആവട്ടെ. പക്ഷേ ഐ ഹാവ് എൻ എയിം, എനിക്കൊരു ലക്ഷ്യമുണ്ട്. യു ആർ മൈ ഡിയറസ്റ്റ് വൺസ്. നിങ്ങളാണ് എൻ്റെ മനസ്സ്. ഐ ഷെയർ മൈ മൈൻഡ് ടു യു ആൻഡ് ഐ ഷെയർ മൈ ഇൻ്റലക്ച്വൽ പവർ ടു യു. എൻ്റെ മനസ്സാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്, എൻ്റെ ബുദ്ധിയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. നോട്ട് ടു അതേഴ്സ്, അത് മറ്റുള്ളവർക്കുള്ളതല്ല. യു കം ഇൻ ഫ്രണ്ട് ഓഫ് മീ, അത് എൻ്റെ മുന്നിലെത്തുന്ന എൻ്റെ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതിനുവേണ്ടി മാത്രം. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഇറിറ്റേറ്റഡ് ആകാറുണ്ട്. ക്ലാസ് ശരിയായി നടക്കാതായി പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് തടസ്സം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുത്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് വരുമ്പോൾ. എനിക്കും ഡിഫക്റ്റ് വരാറുണ്ട്, പക്ഷേ ഐ വിൽ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഞാൻ എൻസൈക്ലോപീഡിയ ഒന്നുമല്ല, സർവ്വവിജ്ഞാനകോശമൊന്നുമല്ല. തെറ്റ് പറ്റാം, ബിക്കോസ് ഐ ആം എ കോമൺ ഹ്യൂമൻ ബീയിങ്. ഞാനൊരു സാധാരണക്കാരനാണ്. ബട്ട് ഐ ആം റെഡി ടു കറക്റ്റ് ഇറ്റ്. പക്ഷേ തെറ്റ് പറ്റിയാൽ, തെറ്റാണെന്ന് തോന്നിയാൽ അത് വീണ്ടും തിരുത്തി പറയാനും തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് ഉണ്ട്.
ആരെങ്കിലും ശ്രദ്ധയപ്പെടുത്തിയാൽ സർ അത് ടൈമിലി ആയിരിക്കും. എല്ലാ വാക്കുകളും നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മുടെ വായിൽ നിന്ന് ചാടി വരുന്നില്ല. ചിന്ത മുന്നിൽ പോകുമ്പോൾ അതിനെ മുന്നിൽ ചിലപ്പോൾ വാക്ക് ചാടി വരുമ്പോൾ ചിന്തയ്ക്കനുസരിച്ചായിരിക്കില്ല വാക്ക് ചാടി വരുന്നതെന്നർത്ഥം. കാരണം അനുഭവങ്ങൾ, വൈകാരികതകൾ മനസ്സിൽ ചിന്തകളായി മാറുന്നു, ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു. ഇതാണ് മനസ്സിൻ്റെ പ്രോസസ്സ്. നോക്കൂ, ലാസ്റ്റ് ദാറ്റ് ഫോംഡ് മീ ദ സിംഗിൾ സ്റ്റോറി ഓഫ് ക്രിയേറ്റഡ്. അതാണ് സ്റ്റീരിയോടൈപ്പ്. നാം ചിലപ്പോൾ കാണാറില്ലേ, ഇപ്പോഴും നമ്മുടെ ഒരു നടന് ദേശീയ അവാർഡും കിട്ടി, ഭാരത അവാർഡും കിട്ടി, സംസ്ഥാന അവാർഡും കിട്ടി. പക്ഷേ അയാൾക്ക് സാധാരണത്തിൽ കൊടുക്കുന്ന കഥാപാത്രം അതാണ് എന്തെങ്കിലും ഒരു ചിരി തല്ലിപ്പൊളി കഥാപാത്രത്തിന് കൊടുക്കും. സ്വരാജ് വെഞ്ഞാറമൂട് മാതിരിയുള്ളവർക്ക്, സലീം കുമാർ മാതിരിയൊക്കെ. മറ്റുള്ള അതുവരെയുള്ള കഥാപാത്രങ്ങളൊക്കെ, ഹാസ്യ കഥാപാത്രങ്ങളൊക്കെ ഹാസ്യവൽക്കരിക്കപ്പെട്ടതാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹാനായ നടനാണ് സത്യത്തിൽ ജഗദീഷ് ശ്രീകുമാർ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് എന്ത് അഭിനയ അംഗീകാരമാണ് ഭാരതം കൊടുത്തത്, കേരളം കൊടുത്തത്. അത്ര മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഏത് അഭിനേതാവുണ്ട് മലയാളത്തിൽ? ദാറ്റ് ഈസ് വാട്ട് ഐ സേ സ്റ്റീരിയോടൈപ്പ്. എന്തെങ്കിലും കോമാളിത്തരം കാണിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിവെക്കുക. ദാറ്റ് ഈസ് വാട്ട് ഞാൻ സ്റ്റീരിയോടൈപ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിളാണത്. he is a great actor, and the problem with the stereotypes is not that they are untrue. So the type is something different from the truth. കണ്ടോ, നമ്മുടെ ഇമേജും നമ്മുടെ ട്രൂത്തും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് മക്കളെ, മറ്റുള്ളവരെ പറ്റി അറിയാതെ മനസ്സിലാക്കാതെ ഒന്നും അഭിപ്രായം പറയരുത്. ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഇൻകംപ്ലീറ്റ്. ഞാൻ തന്നെ പറയാറുണ്ട്, എൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ല. എന്നാൽ ചിലപ്പോഴും ചിലരുടെ പ്രകടനം കാണുമ്പോൾ, ചിലരുടെ അവതരണം കാണുമ്പോൾ, കാര്യങ്ങൾ എന്നോട് അവതരിപ്പിക്കുന്നത് അവരുടെ രീതിയിലാകുമ്പോൾ ഐ ഗെറ്റ് ആംഗ്രി. എനിക്ക് ദേഷ്യം പിടിക്കാറുണ്ട് ചിലപ്പോൾ. അതൊരു ഡിഫക്റ്റാണ്, ഐ നോ ഇറ്റ്. പക്ഷേ അതിൽ ട്രൂത്ത് ഉണ്ടെങ്കിൽ ഐ ആം റെഡി ടു കറക്റ്റ് ഇറ്റ്. ആരെന്ത് പറഞ്ഞാലും അവർ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ അവർ പറയുന്ന കാര്യം തിരുത്തി കൊടുക്കാറുണ്ട്. എന്നെ പറ്റിയാണെങ്കിലും, എൻ്റെ അധ്യാപകരെ പറ്റിയാണെങ്കിലും, എൻ്റെ സ്ഥാപനത്തിനെ പറ്റിയാണെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു ദ കറക്റ്റ് തിങ്. ഇതാണ് സത്യം. ഇതാണ് അഡീഷൻ നമ്മളോട് പറയുന്നത്. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി. അതുകൊണ്ട് എ സിംഗിൾ സ്റ്റോറി പറ്റില്ല, എ ഫുൾ സ്റ്റോറി. അതുകൊണ്ട് ദാറ്റ്സ് വൈ വെൻ വി സേ സംതിങ് അബൌട്ട്, നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ മേ ബി അബൌട്ട് അവർ പ്രൈം മിനിസ്റ്റർ, മേ ബി അബൌട്ട് അവർ ചീഫ് മിനിസ്റ്റർ, മേ ബി അബൌട്ട് അവർ ഡിസ്ട്രിക്ട് കളക്ടർ, മേ ബി അബൌട്ട് എനി ഫിലിം ആക്ടർ ഓർ സിംഗർ. ഫസ്റ്റ് വി ട്രൈ ടു നോ ആക്ച്വലി ദ ട്രൂത്ത്. എന്താണ് യാഥാർത്ഥ്യം? അദ്ദേഹത്തെപ്പറ്റി പറയുന്നത് ശരിയാണോ? നാം അറിഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ പ്രചരിപ്പിക്കാമോ, മറ്റുള്ളവരുടെ പറയാമോ? പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ നാം കേൾക്കുന്നത് സിംഗിൾ സ്റ്റോറിയാണ്. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അപകടകരമായിരിക്കും. അതുകൊണ്ട് അവോയ്ഡ് ദാറ്റ്, അത് ഒഴിവാക്കുക. ട്രൈ ടു നോ ദ മാക്സിമം. ഒരാളെപ്പറ്റി, ഒരു കാര്യത്തിനെപ്പറ്റി, ഒരു രാജ്യത്തിനെപ്പറ്റി, ഒരു വ്യക്തിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അവരെപ്പറ്റി മറ്റുള്ളവരോട് പറയുക. ദാറ്റ് ഈസ് ദി മെസ്സേജ് ഓഫ് മോറൽ message of this lesson, The Dangers of a Single Story, by the great novelist, women writer C.N. Adichie. Here, this lesson I try to wind up it here. Thank you.